നമസ്കാരം. ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ PSC ബുള്ളറ്റിനിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു സീരീസ് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നതാണ്. ഇത് ലേറ്റസ്റ്റ് വന്ന എഡിഷനിലും ഉണ്ട്. അത് ഇന്ന് ചെയ്യുകയാണ്. ഇന്ന് വന്നതേ ഉള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെലനോഗ്രഫി എന്നാൽ എന്താണ്? ഉത്തരം, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. സെലനോഗ്രഫി എന്നാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പറയേണ്ടല്ലോ പ്രത്യേകിച്ച്. ഇത് കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് ഫാക്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോഗ്രഫി. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഇനി, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1.3 സെക്കൻഡ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ടേ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? എത്ര തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഈ ഡിജിറ്റ് അതേപോലെ പഠിച്ചു വെക്കണേ. ഓർമ്മയില്ലാത്തൊരു പരീക്ഷയ്ക്ക് കയറുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും നോക്കണം. അപ്പം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോഗ്രഫി. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗോളമാണ് ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സെക്കൻഡ് 1.3 സെക്കൻഡ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഇത് എൻ്റെ പൊന്നു എത്ര തവണ ചോദിച്ചിട്ടുള്ളത് അറിയോ? ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലെത്താൻ ആ സമയവും ചോദിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം ഭൂമിയിലെത്താനുള്ള ആ സമയവും ചോദിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്. ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ളതാണ്. 1.3 സെക്കൻഡും 500 സെക്കൻഡും നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, അത് അടുത്ത റിലേറ്റഡ് ഫാക്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ്ഥാന ചോദ്യത്തിലേക്ക് ചോദിച്ചേക്കാം. 4 ഇത് തന്നിട്ട് പ്രകാശ അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. അങ്ങനെ 4 പ്രസ്താവനകൾ. അപ്പം ട്രാൻസ്വേഴ്സ് വേവാണ് പ്രകാശം, കേട്ടോ. ഇനി, പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോഗണി. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനം കോസ്മോഗണി. ഇനി, ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമോ? ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോണമി. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോണമി ഏതാണ്? UN 2009. 2009 കേട്ടോ. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോണമി 2009. ഇനി, ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോണമി. സൂര്യനെക്കുറിച്ചുള്ള പഠനമോ? സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോണമി. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനം കോസ്മോഗണി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അത്രയും നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു. ഇനി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രി, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. ഇനി, മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് അബുൽ കലാം മൊഹീദ്ദീൻ അഹമ്മദ്. നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ്. നെഹ്റു മന്ത്രിസഭയിൽ മൗലാന അബുൽ കലാം ആസാദ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ശാസ്ത്ര ഗവേഷണം, വിദ്യാഭ്യാസം. ശാസ്ത്ര ഗവേഷണവും വിദ്യാഭ്യാസവും. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഈ നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ഈ നവംബർ 11. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ. ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? മൗലാന അബുൽ കലാം ആസാദിൻ്റെ. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥ എന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം, കേട്ടോ. മൗലാന അബുൽ കലാം ആസാദ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര മന്ത്രിസഭ അധികാരമേറ്റതെന്നാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര മന്ത്രിസഭ അധികാരമേറ്റത് 1947 ഓഗസ്റ്റ് 15 ചുമതലയേറ്റത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ.
ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരായിരുന്നു? ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ജോൺ മത്തായി. കേട്ടോ, ഇത്രയും പഠിക്കേണ്ടതാണ്. ഇതെല്ലാം പ്രീവിയസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകളുടെ നിയന്ത്രണം എന്നറിയപ്പെടുന്ന ബാങ്ക്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഫാക്റ്റും പല തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ഇനി ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. അതായത് 1934 ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത്. എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത്? 1934. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. വർഷം, മാസം, തീയതി അടക്കം പഠിക്കണം, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നു. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ നരിമാൻ പോയിൻ്റാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നാണെന്ന് മാസം, വർഷം, തീയതി അടക്കം പഠിക്കാനുള്ളതാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1934 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷനോ? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ. റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇനി IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏത് ബാങ്കാണ്? IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ ഒപ്പിടുന്നവരാണ്? 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറും 1 രൂപയിൽ ഒപ്പിടുന്നത് ആരാണ്? ഫിനാൻസ് സെക്രട്ടറി, ദേശീയ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്ക് 1982 സ്ഥാപിതമായ ബാങ്ക് ഏതാണ്? നബാർഡ്. 1982 നബാർഡ് സ്ഥാപിതമായത്. വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെ 2 സഭകളിലെയും അംഗങ്ങളാണ്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ചേർന്നാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. അത് 66 ആണ്. 66 ഇതിനകത്തുണ്ടല്ലോ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ പറ്റില്ലേ ഉപരാഷ്ട്രപതിക്ക്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുക, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുക എന്നീ കടമകൾ ഉപരാഷ്ട്രപതിയുടേതാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. 35 വയസ്സാണ് യോഗ്യത. 35 വയസ്സിൽ താഴെയുള്ള ആൾക്കൊന്നും, 35 വയസ്സിൽ കുറവുള്ള ആളുകൾക്കൊന്നും ഉപരാഷ്ട്രപതിയാകാൻ പറ്റില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി വ്യക്തി ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതിയായ ഏക മലയാളി ആരാന്ന് ചോദിച്ചാലോ നമ്മുടെ KR നാരായണൻ. KR നാരായണനാണ് ഉപരാഷ്ട്രപതിയായ ഏക മലയാളി. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. കേട്ടോ, പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്.
ഇനി നമുക്ക് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത്, അത് പഠിക്കാം. പോർച്ചുഗീസ് ആണ് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി. ഈ സെൻറ്റ് ആഞ്ചലോസ് കോട്ട മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതാണ് കണ്ണൂർ കോട്ട. കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്ന കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി പോർച്ചുഗീസ്. കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്ന കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ഡി അൽമേഡ. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ഡി അൽമേഡ. ഒന്നുകൂടെ പറയാം. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. അൽബുക്കർക്ക് ഓപ്ഷനിൽ കാണും തെറ്റിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഫ്രാൻസിസ് സി അൽമേഡ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട പണിതാരാണ്? ശിവപ്പ നായ്ക്കർ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട പണിതാരാണെന്ന് ചോദിച്ചാൽ ശിവപ്പ നായ്ക്കർ. ഇനി പള്ളിപ്പുറം കോട്ടയുണ്ട്. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതാരാണ്? അതും പോർച്ചുഗീസുകാരാണ്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ, പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാർ. പാലക്കാട് കോട്ട നിർമ്മിച്ചാരാന്ന് ചോദിച്ചാൽ ആരെഴുതും? പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. ഇനി അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചവരാണ്? അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ. അഞ്ചുതെങ്ങ് കോട്ട ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട. SCRT ഫാക്റ്റാണ്, 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ആ കോളത്തിൽ കിടക്കുന്ന അതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി പ്രിലിംസിന്. പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന എന്താണ്? ചാലിയം കോട്ട കേട്ടോ. ചാലിയം കോട്ട ഒന്നുകൂടെ പറയാം. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി പോർച്ചുഗീസ്. കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി അൽമേഡ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട പണിതത് ശിവപ്പ നായ്ക്കർ. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ഉണ്ട്. പ്ലാസി യുദ്ധം നടന്ന 1757 ബക്സാർ യുദ്ധം നടന്ന 1764. അത് ചോദിക്കും. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ PC ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടാരാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. മാലി മാധവൻ നായർ. വിലാസിനി MK മേനോൻ. നാലും നിങ്ങൾക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മാധവൻ നായർ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന MK മേനോൻ. തിരുക്കൊച്ചി സംയോജനം നടന്നതെന്നാണ്? 1949 ജൂലൈ 1. നമ്മളെ കഴിഞ്ഞ മോഡൽ ടെസ്റ്റിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. LDC മോക്ക് ടെസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അതിനകത്ത് എഴുതി കാണിച്ചായിരുന്നു 1949 ജൂലൈ 1 ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആകുന്നത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. ഏതൊക്കെയാണ്? തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. 5 ജില്ലകളായിരുന്നു. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മലബാർ അന്നൊരു ജില്ലയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? മലബാർ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലകളാണ് തൃശ്ശൂർ, കോട്ടയം, മലബാർ,
കൊല്ലം, തിരുവനന്തപുരം. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പട്ടം താണുപിള്ള കേട്ടോ. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്നു, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ്? പറവൂർ ടി.കെ. നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. ഇപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. നിങ്ങളിത് ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ മതി. തിരുവിതാംകൂറിൽ പട്ടം പറത്തി, തിരുവിതാംകൂറിൽ പട്ടം പറത്തി. പട്ടം താണുപിള്ള ആദ്യത്തെ പ്രധാനമന്ത്രി, പറവൂർ ടി.കെ. നാരായണപിള്ള തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി. ചുമ്മാ വലിയ കോഡൊന്നുമല്ല, ഒന്നും ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. തിരുവിതാംകൂറിൽ പട്ടം പറത്തി. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പട്ടം താണുപിള്ള കേട്ടോ. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. ഇനി 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്ന നവംബർ 1. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിവിഷനായിട്ട് കൂട്ടിയാൽ മതി. പുന്നപ്പുറ വയലാർ സമരം നടന്നതാണ് 1946. പുന്നപ്പുറ വയലാർ സമരം നടന്ന 1946. കണ്ണൂരിലെ കരിവെള്ളൂർ സമരവും കാവുമ്പായി സമരവും നടന്നതെന്നാണ്? അതും 1946. അപ്പോൾ 1946 നമുക്ക് 3 സമരം ഓർത്തിരിക്കാം. പുന്നപ്പുറ വയലാർ സമരം, കരിവെള്ളൂർ, കാവുമ്പായി സമരം. കാവുമ്പായി പ്രാചീന ഇന്ത്യൻ ഒരു ചോദ്യമുണ്ട്, ഗുപ്തകാലഘട്ടം. അതൊന്നും നിങ്ങൾക്ക് LDCക്ക് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ നിങ്ങൾ പഠിക്കേണ്ട, സിലബസ് ഇല്ലാത്തതൊന്നും. ഇത്രയും ക്വസ്റ്റ്യൻ PSC ബുള്ളറ്റിനിൽ നമ്മൾ ചെയ്തു വരുന്ന സീരിയസ് ആയതുകൊണ്ട് ഇട്ടാണ്. നമുക്കൊരു LDC മോക്ക് ടെസ്റ്റുമായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.